Hi friends, once again welcome back to another variety video of Trip with Shinil. Guys, അപ്പോൾ നമ്മൾ ഇന്ന് കുറേ നല്ല കുഞ്ഞു പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനായിട്ടും അവരുടെ ബുദ്ധി വികാസത്തിനും അവരുടെ ചിന്താശേഷിയും അവരുടെ ലോജിക്കൊക്കെ വർദ്ധിപ്പിക്കുന്ന ചെറിയ കുഞ്ഞു കളിപ്പാട്ടങ്ങൾ, പസിൽസ് ഉള്ള, അതുപോലെ തന്നെ അവരുടെ ABCD എങ്ങനെ പഠിപ്പിക്കാം, അവരെ എങ്ങനെ ചിന്തിക്കാൻ പഠിപ്പിക്കാം, അവരുടെ വാക്കുകൾ എങ്ങനെ പഠിപ്പിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ ടോയ്സ്. ആ ടോയ്സ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കണം. ഈ ടോയ്സ് നമുക്ക് മെയിനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് myflyi.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൂടെയാണ്. myflyi.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലുള്ള ഏതാനും ചില പ്രൊഡക്റ്റുകൾ, നല്ല അടിപൊളി പ്രൊഡക്റ്റുകളാണ്. ഇത് കോയമ്പത്തൂരുള്ള നമ്മുടെ തന്നെ സ്വന്തം ഒരു കമ്പനിയിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. വളരെ ക്വാളിറ്റിയോടുകൂടി, വളരെ മേന്മയോടുകൂടി ഇവരുടെ കോമ്പറ്റീറ്ററൊക്കെ കവച്ചു വയ്ക്കുന്ന ലെവലിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ്. അതായത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾ അത് വായിൽ വെക്കുകയും അല്ലെങ്കിൽ അവർ അത് കളിക്കാനായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ചേക്കണ നല്ല പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റിലേക്ക് നമുക്ക് കിടക്കാം. അവരുടെ ചിന്താശക്തിയെ അല്ലെങ്കിൽ അവരുടെ എന്താണ് ലാംഗ്വേജിനെ അവർക്ക് പഠിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു പസിൽ പ്രൊഡക്റ്റാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് കാണിക്കാൻ പോണത്. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റിലേക്ക് നമുക്കൊന്ന് പോയാലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം കാണിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റി ട്രയാങ്കിൾ ആണ്. ആക്ടിവിറ്റി ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പെട്ടിക്കകത്തുള്ളത്. അപ്പോൾ ഈ ഒരു പെട്ടിക്കകത്തുള്ള ആക്ടിവിറ്റി ട്രയാങ്കിൾ ഒന്ന് നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി ട്രയാങ്കിൾ വന്ന ഈ പെട്ടി, ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ കണ്ടാൽ തന്നെ അറിയാം വളരെ കുട്ടികൾക്ക് വളരെയധികം കണ്ണിന് കുളിർമയേകുന്ന നല്ല കളറിലാണ് ഈ ഒരു പെട്ടി തന്നെ നിർമ്മിച്ചേക്കണത്. ഇവിടെ ഇതിൻ്റെ ഒരു നല്ലൊരു പടം തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് തുറന്ന് നോക്കിയാൽ ഇതേ നമ്മുടെ ആക്ടിവിറ്റി ട്രയാങ്കിൾ ഇതേ പുറത്തേക്ക് വരികയാണ്. ഇതാണ് ആക്ടിവിറ്റി ട്രയാങ്കിൾ. മനോഹരമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ, വളരെ രസകരമാണ്. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനൊക്കെ ചെയ്തേക്കണതൊക്കെ എസ്തറ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു പറയണം. കുട്ടികളെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആകർഷിക്കുന്ന തരത്തിലുള്ള നല്ലൊരു എസ്തറ്റിക്കാണ് ഇതിൽ ഉപയോഗിച്ചേക്കണം. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം തന്നെ നോക്കാം. ഈ ഒരു ഭാഗത്ത് എന്താണ് നമ്മുടെ ABCD ആൽഫബറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ആൽഫബറ്റിൻ്റെ കൂടെ തന്നെ അതിന് ഇണങ്ങുന്ന തരത്തിലുള്ള പേരുകളും ഇവിടെ കൊടുത്തേക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ C എന്ന് പറഞ്ഞ ക്യാറ്റ്, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന C എന്ന് പറഞ്ഞ ക്യാറ്റ്. അപ്പോൾ ക്യാറ്റിൻ്റെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാറ്റ് ഇവിടെ എഴുതിയേക്കണതും നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ഐറ്റംസ് കേട്ടോ, നമ്മൾ 26 അക്ഷരങ്ങളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 26 അക്ഷരങ്ങൾക്കും യോജിക്കുന്ന തരത്തിലുള്ള ഓരോ ക്യാരക്ടേഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാനായിട്ട്, അതായത് 3 വയസ്സ് തുടങ്ങി മുകളിലേക്കുള്ള കുട്ടികളെ, കിൻഡർ ഗാർഡനിലേക്കുള്ള കുട്ടികളെയൊക്കെ നമ്മൾ അക്ഷരം പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ വാക്കുകൾ പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആൽഫബറ്റ് പഠിപ്പിക്കാനായിട്ട് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഈ കാണുന്ന ആക്ടിവിറ്റി ട്രയാങ്കിളിൻ്റെ ഒരു ഫീച്ചറാണ് ഈ ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അബാക്കസാണ്. ഇവിടെ അബാക്കസിന് പറ്റിയ നമുക്ക് എണ്ണാനായിട്ട് പറ്റിയ ബീഡ്സുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അബാക്കസിൽ നമ്മൾ മാത്തമാറ്റിക്സ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള ആ ഒരു ബീഡ്സ് ഈ ഒരു ഭാഗത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ചെയിൻ അല്ലെങ്കിൽ നമ്മുടെ പസിൽസ് എങ്ങനെയാണ് ഉപയോഗിക്കണേ എന്നുള്ളതിൻ്റെ ഒരു ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈ ബീഡ്സ് കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ബീഡ്സിനെ കോർത്തിണക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കണ്ടതേ ഇവിടെ ക്ലോക്ക്, നമ്മുടെ കുട്ടികളെ ടൈം പഠിപ്പിക്കാനായിട്ട് നമുക്ക് ക്ലോക്ക് ഉപയോഗിക്കാം. അപ്പോൾ അവർക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഉള്ളൊരു ചെറിയൊരു ക്ലോക്ക് അവരുടെ കയ്യിൽ തന്നെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് ഇപ്പോൾ എത്ര മണിയായി, ഇപ്പോൾ 2 മണിയായി. ഇനി ഈ ഒരു ചെറിയ ഇത് മാത്രം നമുക്ക് തിരിച്ചിട്ട് ഇനിയിപ്പോൾ 4 ചെറിയ സൂചിയും വലിയ സൂചി 12 വരുമ്പോഴും എത്രയായി, അപ്പോൾ 4 മണിയായി. ഇനി അതുപോലെ തന്നെ ഇവിടെ റെയിൽവേ ടൈം, അതായത് 12 കഴിഞ്ഞാൽ 13, 14, 15 അങ്ങനെ റെയിൽവേ ടൈം പഠിക്കാനുള്ള ഒരു ക്ലോക്ക് കൂടി ആ ഒരു നമ്പർ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇനിയും അവസാനിക്കുന്നില്ല. ഈ ആക്ടിവിറ്റി ട്രയാങ്കിളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് വരാൻ നേരത്ത് ഇവിടെ ഒരു ബോർഡ് ഉണ്ട്, ഒരു ബ്ലാക്ക് ബോർഡ് ഇവിടെ ലഭ്യമാണ്. ഈ ബ്ലാക്ക് ബോർഡിൽ നമുക്ക് ചോക്ക് കൊണ്ട് എന്തെങ്കിലും അവർക്ക് എഴുതി കൊടുക്കാം. അവർക്ക് എഴുതി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ചോക്ക് കൊണ്ട് എഴുതി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആ ബ്ലാക്ക് ബോർഡ് പറ്റണില്ല, നമുക്കിപ്പോൾ ഡസ്റ്റ് അലർജി ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വൈറ്റ് ബോർഡ് ഉപയോഗിക്കാം. വൈറ്റ് ബോർഡ് ഉപയോഗിക്കാനായിട്ട് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ സാധനം ഒന്ന് മുകളിലേക്ക് വലിക്കാം.
മുകളിലേക്ക് വലിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്താൽ മുകളിലേക്ക് വലിച്ചിട്ട് ഇതിങ്ങനെ മുകളിലേക്ക് വലിച്ചിട്ട് ഇതിങ്ങനെ മാറ്റി നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വൈറ്റ് ബോർഡായി. ഇപ്പോൾ വൈറ്റ് ബോർഡ്, ഇത് വൈറ്റ് ബോർഡായി. ഇനി ഇത് തിരിച്ചെടുക്കാണ്ടിരിക്കാനായിട്ട് ഇവിടെ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ലോക്ക് ചെയ്താൽ ഇത് മുകളിലേക്ക് പോരില്ല, താഴത്തേക്കും പോകില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടെ നമുക്ക് വൈറ്റ് ബോർഡിൽ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഇതിന് 8 ഫീച്ചേഴ്സ് ഉണ്ട്. 8 ഫീച്ചേഴ്സുള്ള ഒരു ആക്ടിവിറ്റി ട്രയാങ്കിളാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. ഇത് myflyi.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ചിലപ്പോൾ ചില കിൻഡർ ഗാർഡൻ സ്കൂളുകളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില എന്താണ് പ്രീ KG സ്കൂളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ ഇത് വുഡിൻ്റെ അവൈലബിൾ ആണ്. ഇത് വുഡ് കൊണ്ട് ഉണ്ടാക്കിയേക്കണ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഇത് സ്റ്റിക്കർ ഒട്ടിച്ചേക്കാണ്. പലപ്പോഴും ആ വുഡുമേൽ ഇത് സ്റ്റിക്കർ ഒട്ടിച്ചേക്കാണ്. അപ്പോൾ പിള്ളേർക്ക് ഇത് കിള്ളിപ്പറിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാനും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തേക്കാണ്. കണ്ടോ, ഇതൊക്കെ വളരെ പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തേക്കണം. നല്ല ഫ്രണ്ട്ലിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കിള്ളിപ്പറിക്കാനൊന്നും പറ്റില്ല. മാത്രമല്ല കണ്ടത് ഇവിടെ കണ്ട, ഇതൊന്നും പറിച്ചെടുക്കാൻ പറ്റുന്ന ലെവലിലല്ല ചെയ്തേക്കണം. ഇതൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് വന്നേക്കണോണ്ട് തന്നെ, ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് വന്നേക്കണോണ്ട് തന്നെ ഇത് പറിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത്രയ്ക്കും ഫ്രണ്ട്ലി ആയിട്ട് പിള്ളേരെ കുട്ടികളുടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തേക്കണം. ഇത് ഭയങ്കര ഒരു ഫ്ലെക്സിബിളാണ്. വുഡൻ ഐറ്റംസ് ആണെങ്കിൽ അതുമാതിരി വെള്ളം വീണാൽ ആ വുഡ് ചീത്തയിൽ പോകും. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ, ഇത് പ്ലാസ്റ്റിക് എന്ന് ഞാൻ പ്രത്യേകം പറയുമ്പോൾ ചിന്തിക്കണം, ഇത് കിഡ്സ് ഫ്രണ്ട്ലി പ്ലാസ്റ്റിക് ആണ്. വളരെ ക്വാളിറ്റി കൂടിയ ഒരു പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം നിർമ്മിച്ചേക്കണം. അതുകൊണ്ട് തന്നെ കിഡ്സിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ കിൻഡർ ഗാർഡൻ സ്കൂളുകളിലോ അല്ലെങ്കിൽ പ്രീ KG സ്കൂളുകളിലോ അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുഞ്ഞു കുട്ടികളുള്ള വീടുകളിലൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട്, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടി ജോയിൻ ചെയ്യുമ്പോൾ അവനൊരു ഗിഫ്റ്റായിട്ടോ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3400 രൂപയാണ് ഇതിൻ്റെ ഒരു MRP വരുന്നത്. പക്ഷേ 2499 രൂപക്ക് നമുക്കിത് നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള myflyi.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. myflyi.com-ന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് കയറിയിട്ട് ഈ ഒരു സംഭവം ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന അടിപൊളി പ്രൊഡക്റ്റാണ്. അധികം സമയം കളയേണ്ട സൂപ്പർ പ്രൊഡക്റ്റാണ്. ഓക്കെ.